ഹായ് ഹലോ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബീഫ് മാക്കറോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുക്കർ ഇവിടെ എടുത്ത് വെക്കാം. അതിലേക്ക് 4 വലിയൊരു സവാള ചെറുതായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാലയും ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും പിന്നെ നമ്മൾ കഴുകി വെച്ച ചെറുതായിട്ട് തന്നെ ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഇത് ഒരു 7 വിസിലാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇത് റെഡിയാകുമ്പോഴേക്ക് നമുക്ക് മക്രൂണി ഒന്ന് വേവിച്ചെടുക്കാം. മക്രൂണി വേവിക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മക്രൂണി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോൻ്റെ പാക്കറ്റ് മക്രൂണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ഇത് ഇട്ടപാട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് റെഡിയാകുമ്പോഴേക്ക് തന്നെ നമ്മളെ ബീഫിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മക്രൂണിയും കൂടി നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഇതൊക്കെ റെഡിയായതിന് ശേഷം നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. അതിന് മേലേക്ക് തന്നെ മക്രൂണിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മാക്കറോണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പരിപാടിയിലുള്ള സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ചിക്കനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബീഫിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.